महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. നാരദ മഹർഷിയുടെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് പാണ്ഡവന്മാർ ആ രാജ്യത്ത് സുഖമായി വസിച്ചു. അതേസമയം ധർമ്മപുത്രരുടെ രാജ്യഭരണത്തിൻ്റെ ആ ഫലപ്രാപ്തി കൊണ്ട് ആ രാജ്യത്തെങ്ങും ക്ഷേമം കളിയാടി. എന്നാൽ ഒരിക്കൽ ഒരു ബ്രാഹ്മണന്റെ പശുക്കളെ ആ ആളുടെ ഗൃഹത്തിലേക്ക് അതിക്രമിച്ചു കടന്ന് കുറെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി. അങ്ങനെ ആ ബ്രാഹ്മണൻ ഓടിച്ചെന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി വിവരമറിയിച്ചു. ഈ വിലാപം കേട്ടിട്ട് അർജുനൻ പുറത്തേക്ക് വന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ എന്തു തന്നെ ആയാലും ആ ബ്രാഹ്മണന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് തങ്ങളുടെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആയുധമെടുക്കാനായിട്ട് ആയുധപുരയിലേക്ക് ഓടി വന്നപ്പോൾ അവിടെ കാണുന്നത് ധർമ്മപുത്രരും പാഞ്ചാലിയും ഒന്നിച്ചിരിക്കുന്നതാണ്. അർജുനനാകെ കുഴങ്ങി ധർമ്മസങ്കടത്തിലായി. എന്തു ചെയ്യും? ആ ബ്രാഹ്മണനെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. സഹായിച്ചില്ലെങ്കിൽ അത് ധർമ്മപുത്രർക്ക് തന്നെ വലിയ ധർമ്മലോപം വരുത്തുന്നതാണ്. അതേസമയം ഇപ്പോൾ അകത്തേക്ക് കടന്നാൽ അത് നാരദ മഹർഷി പറഞ്ഞ ആ ഉടമ്പടിക്ക് വിപരീതമാകും. അപ്പോൾ താൻ വനചര്യ വ്രതത്തിൽ 12 വർഷം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും. എന്തു ചെയ്യും എന്നറിയാതെ കുഴങ്ങിയിട്ട് അവസാനം അർജുനൻ തീരുമാനിച്ചു, എന്തു വന്നാലും ശരി, ഞാൻ ഒറ്റയ്ക്ക് കാട്ടിൽ പോകണം എന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല, കാട്ടിൽ ചെന്ന് മരിച്ചു പോയാലും പ്രശ്നമില്ല. പക്ഷേ രാജ്യത്തെ ഒരു പ്രജയുടെ പ്രശ്നമാണ് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച്, രാജാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമായി കാണേണ്ടത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയേ തീരൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഉറപ്പിച്ചിട്ട് ആ ആയുധപുരയിലേക്ക് പോയി രാജാവിനെ വിവരമറിയിച്ചിട്ട് ആയുധവും എടുത്ത് ആ ബ്രാഹ്മണനെയും വിളിച്ച് കൊണ്ടുപോയി. അങ്ങനെ കുറച്ചു ദൂരം എത്തിയപ്പോഴേക്കും ആ കള്ളന്മാരെ കണ്ടെത്തി. ആ കള്ളന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ട് ആ ബ്രാഹ്മണന്റെ ഗോക്കളെ മുഴുവൻ തിരിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരാലും ആദരിക്കപ്പെട്ട് അർജുനൻ തിരിച്ചു വന്നു. പക്ഷേ ആ രാജസദസ്സിലെത്തി അർജുനൻ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ നമ്മുടെ ഉടമ്പടി തെറ്റിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർദ്ദേശപ്രകാരം ഞാൻ വനചര്യാവ്രതം സ്വീകരിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ തടഞ്ഞു. അതെന്തിന് അർജുന? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ധർമ്മമാണ് പ്രവർത്തിച്ചത്. എന്നിട്ട് അവിടെ യുധിഷ്ഠിരൻ ഒരു കാര്യം പറയുകയാണ്, ജ്യേഷ്ഠനും ഭാര്യയും ഇരിക്കുന്നിടത്ത് അനുജൻ വന്നാൽ അത് അബദ്ധത്തിലായാലും അറിഞ്ഞുകൊണ്ടായാലും അത് അധർമ്മമല്ല. അതേസമയം അനുജൻ ഭാര്യയുമായി ഇരിക്കുന്നിടത്തേക്ക് ജ്യേഷ്ഠൻ വന്നാലാണ് അത് അധർമ്മമായി തീരുക. അപ്പോൾ അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് പിന്നീട് നമ്മുടെ സൗകര്യത്തിന് അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കരുത്, അത് അധർമ്മമാണ് എന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധർമ്മം പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വനചര്യാവ്രതത്തിന് അങ്ങ് എനിക്ക് അനുമതി തരണം. അർജുനൻ എന്തു തന്നെയായാലും അതിനിറങ്ങി പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ധർമ്മപുത്രരും വേറെ നിവൃത്തിയില്ലാതെ അതിന് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ അർജുനൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് ബ്രാഹ്മണരുടെ ഒരു സംഘം തന്നെ അർജുനനോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റ് സഹായികളും അർജുനനോടൊപ്പം പോയി. ഈ ബ്രാഹ്മണന്മാരെല്ലാം വേദങ്ങളിലും വേദാംഗങ്ങളിലും പാരംഗതരായിരുന്നു. പുരാണ കഥ പറയുന്നതിൽ സാമർഥ്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അർജുനനെ എല്ലാ വിധത്തിലും മാനസികമായി സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ സംഘവും കൂടെ തന്നെ പോയി. അങ്ങനെ ഈ സംഘം കൂടെ ഉള്ളതുകൊണ്ട് അഗ്നിഹോത്രാദി പൂജകളൊക്കെ അർജുനൻ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കെ
ഗംഗാ ദ്വാരത്തിൽ ഈ പൂജയുടെ ഭാഗമായിട്ടുള്ള സ്നാനത്തിനായിട്ട് ഇറങ്ങിയ സമയത്ത് ആ ഗംഗാ നദിയുടെ മധ്യഭാഗത്തായി ഉലൂപി എന്ന നാഗരാജകുമാരി വന്നിട്ടുണ്ടായിരുന്നു. ഉലൂപിക്ക് അർജുനനെ കണ്ടതും അർജുനനോട് പ്രണയം തോന്നി. ഈ ഉലൂപിയുടെ ആകർഷണ ശക്തി കൊണ്ട് അർജുനൻ ആ ഗംഗാ നദിയിൽ മുങ്ങി താഴേക്ക് പോയി. അങ്ങനെ ഈ ഉലൂപിയെ കണ്ടതും അർജുനൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഭവതി അങ്ങ് ആരാണ്? അപ്പോൾ ഉലൂപി പറഞ്ഞു, ഐരാവത കുലജാതനായ കൗരവ്യൻ എന്ന നാഗരാജാവിൻ്റെ മകളാണ് ഞാൻ. അങ്ങയെ കണ്ട മാത്രയിൽ അനുരാഗവതിയായ എന്നിൽ അങ്ങ് പ്രസാദിക്കണം. എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് എൻ്റെ കൂടെ അങ്ങ് കഴിയണം. ഇത് കേട്ടപ്പോൾ അർജുനൻ പറഞ്ഞു, സുന്ദരി, ദേവിയെ സന്തോഷിപ്പിക്കാൻ എനിക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി വെച്ച് ഞാൻ സ്വതന്ത്രനല്ല. ഞാനിപ്പോൾ ഒരു ബ്രഹ്മചര്യാവ്രതത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഉലൂപി പറഞ്ഞു, അങ്ങയുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അങ്ങ് എന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നതെന്നും അറിയാം. പക്ഷേ അങ്ങ് എന്നോടുകൂടി കുറച്ചു നേരം രമിച്ചു എന്ന് കരുതി അതിൽ യാതൊരു അധർമ്മവുമില്ല. കാരണം അങ്ങ് ഈ വാക്ക് പാലിക്കുന്നത് ദ്രൗപദിക്ക് വേണ്ടിയാണ്. അതിനെല്ലാം പുറമെ എൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ച് തരുന്നതിലൂടെ പ്രാണത്യാഗം ചെയ്യാനൊരുങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ ധർമ്മം അങ്ങേക്ക് കിട്ടും. എന്ന് വെച്ചാൽ അങ്ങ് എന്നെ നിരസിച്ചാൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുന്നതിൽ അധർമ്മമില്ല എന്ന് ഉലൂപി പറഞ്ഞപ്പോൾ എങ്കിൽ ശരി എന്ന് പറഞ്ഞ് അർജുനൻ അന്ന് രാത്രി ഉലൂപിയോടൊപ്പം കഴിച്ചുകൂട്ടി. അങ്ങനെ ആ ബന്ധത്തിൽ പിറന്ന മകനാണ് ഇരാവാൻ. ഇരാവാൻ പിന്നീട് ഒരു മഹായോഗിയായി തീർന്നു. പിറ്റേ ദിവസം തന്നെ ഉലൂപി അർജുനനെ തിരിച്ച് ഗംഗാദ്വാരത്തിൽ കൊണ്ടുചെന്നാക്കി. എന്നിട്ട് ഉലൂപി ഒരു അനുഗ്രഹവും കൊടുത്തു. ഇനിമേലിൽ എല്ലാ ജലജന്തുക്കളെയും അങ്ങേക്ക് ജയിക്കാൻ സാധിക്കും. ഒരു തരത്തിലുള്ള ജലജന്തുക്കളിൽ നിന്നും അങ്ങേക്ക് ഒരു ദ്രോഹവും ഉണ്ടാകുന്നതല്ല എന്നൊരനുഗ്രഹവും ഉലൂപി കൊടുത്തു. അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്ന് യാത്രയായി. ഇങ്ങനെ തിരിച്ച് ആ ബ്രാഹ്മണ സംഘത്തോടൊപ്പം എത്തിയ അർജുനൻ അവരോട് നടന്ന സംഭവങ്ങളൊക്കെ അറിയിച്ചു. അങ്ങനെ വീണ്ടും ആ യാത്ര തുടർന്നു. കിഴക്ക് ദിക്കിലേക്ക് ആ യാത്ര അങ്ങനെ പോയ സമയത്ത് നൈമിശാരണ്യത്തിലെത്തി. പിന്നീട് ഒരുപാട് പുണ്യനദികളിൽ തീർത്ഥസ്നാനം ചെയ്തു. പിന്നീട് വംഗരാജ്യത്തെത്തി, അതായത് ഇന്നത്തെ പശ്ചിമ ബംഗാൾ. അത് കഴിഞ്ഞ് കലിംഗ രാജ്യത്തെത്തി, അത് ഒറീസയാണ്. അതായത് ഇന്ദ്രപ്രസ്ഥം, ഇന്നത്തെ ഡൽഹിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് കലിംഗ രാജ്യത്തെത്തിയപ്പോൾ ഈ ബ്രാഹ്മണ സംഘം തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട് അർജുനൻ്റെ കൂടെ ഏതാനും സഹായികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നടന്ന് മണിപുരം എന്ന രാജ്യത്തെത്തിയപ്പോൾ അവിടെ ചിത്രാംഗതൻ എന്നൊരു രാജാവിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി. ഈ ചിത്രാംഗതന് ചിത്രവാഹനൻ എന്നും പറയുന്നുണ്ട്. ചിലയിടത്ത് ചിത്രവാഹനൻ എന്നാണ് പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മകളാണ് ചിത്രാംഗത. അതുകൊണ്ട് സ്വാഭാവികമായും ചിത്രവാഹനൻ എന്നായിരിക്കണം അദ്ദേഹത്തിൻ്റെ പേര്. എന്തായാലും തനിക്ക് ഈ മകളെ വിവാഹം കഴിച്ചു തരണം എന്ന് അർജുനൻ പറയുകയാണ്. സത്യത്തിൽ ഇത് തീർത്ഥയാത്രയാണോ അതല്ല വിവാഹം കഴിക്കാനുള്ള യാത്രയാണോ എന്ന് നമുക്കൊരു സംശയം തോന്നിയേക്കാം. കാരണം അങ്ങനെ ഒരു യാത്രയായി തീർന്നു എന്നതാണ് സത്യം. ഒരു പക്ഷേ കൊട്ടാരത്തിൽ നിന്ന് 12 വർഷം മാറി നിൽക്കുക എന്ന് മാത്രമായിരിക്കാം ഉദ്ദേശിച്ചത്. അതിൽ അധർമ്മമില്ല എന്ന് നേരത്തെ ഉലൂപി പറയുകയും ചെയ്തു. ഇങ്ങനെ വിവാഹം കഴിക്കുന്നതിലൊന്നും അധർമ്മമില്ല എന്ന് ഉലൂപി പറയുകയും ചെയ്തുവല്ലോ. അങ്ങനെ ഈ ചിത്രാംഗതയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പറഞ്ഞ സമയത്ത് ഈ ചിത്രവാഹനൻ പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വപിതാമഹനായിട്ട് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുത്രനില്ലാത്തത് കാരണം അദ്ദേഹം മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് മഹാദേവൻ ഒരു അനുഗ്രഹം കൊടുത്തു. ഇനി അങ്ങോട്ട് ഈ പരമ്പരയിൽ ഒരു പുത്രനെങ്കിലും ഉണ്ടാവാതിരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കൊരു മകളാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അങ്ങയെപ്പോലെ ഒരു വീരനിൽ
എൻ്റെ മകൾക്കൊരു കുഞ്ഞുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആ ചിത്രാംഗതയെ വിവാഹം കഴിച്ച് ഏകദേശം 3 വർഷത്തോളം അവിടെ കഴിഞ്ഞു എന്നാണ്. അങ്ങനെ അവർക്കുണ്ടായ മകനാണ് ബഭ്രുവാഹനൻ. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. പിന്നീട് തെക്കേ കരയിലേക്കാണ് വന്നത്. അതായത് നമ്മുടെ കേരളം, തമിഴ്നാട് ആ ഒരു സ്ഥലത്തേക്ക്, തെക്കേ കടൽക്കരയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അവിടെ അഗസ്ത്യതീർത്ഥം തുടങ്ങിയ 5 തീർത്ഥങ്ങളെ കണ്ടു. എന്നാൽ അവിടെ നിന്ന് ആരും കുളിക്കാറില്ല എന്ന് അവിടെ തപസ് ചെയ്യുന്ന മുനിമാർ അർജുനനോട് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ആ 5 തീർത്ഥത്തിലും മുതലകൾ ഉണ്ട് എന്നും ആ മുതലകൾ ഈ മുനിമാരെ പിടിച്ച് ഭക്ഷിക്കാറുണ്ട്. അതിനാൽ പിന്നീട് മുനിമാർ ആരും തന്നെ ആ തീർത്ഥം ഉപയോഗിക്കാതായി. യഥാർത്ഥത്തിൽ ഇവിടെ അഗസ്ത്യനടക്കമുള്ള മഹാതപസ്വികൾ തപസ് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ തീർത്ഥങ്ങൾക്ക് അങ്ങനെയൊരു പേര് വന്നതും. ഇത് കേട്ടതും അർജുനൻ അതിലൊരു തീർത്ഥത്തിലേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ മുനിമാരൊക്കെ തടഞ്ഞു. പക്ഷേ അർജുനൻ ധൈര്യസമേതം ആ തീർത്ഥത്തിൽ ഇറങ്ങിയതും ഒരു മുതല അർജുനന്റെ കാലിൽ പിടിച്ചു. അർജുനൻ ഉടനെ തൻ്റെ കൈ കൊണ്ട് ആ മുതലയെ പിടിച്ച് വലിച്ച് കരക്കിട്ടു. എന്നാൽ കരക്കിട്ടതും ആ മുതലയുടെ രൂപം മാറി ഒരു അപ്സര സ്ത്രീയായി മാറി. അങ്ങനെ അർജുനൻ ചോദിക്കും, നീ ആരാണ്? അപ്പോൾ ആ അപ്സര സ്ത്രീ പറയും, എൻ്റെ പേര് വർഗ എന്നാണ്. തീർത്ഥങ്ങളിലും ഉള്ളത് എന്നെപ്പോലെ തന്നെയുള്ള അപ്സര സ്ത്രീകളാണ്. ഞങ്ങളുടെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചുകൊണ്ട് പണ്ട് ലോകപാലന്മാരെ കാണാനായി പോകുന്ന സമയത്ത് ഒരു വനത്തിൽ അതിസുന്ദരനായ ഒരു താപസൻ വസിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയി ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ തപസ് മുടങ്ങിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഞങ്ങളെ ശപിക്കുകയാണ് ഉണ്ടായത്. നിങ്ങളെല്ലാം മുതലകളായി പോകട്ടെ എന്ന് ശപിച്ചു. എന്നാൽ ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ഞങ്ങൾ ക്ഷമ ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളിൽ കനിഞ്ഞിട്ട് പറഞ്ഞു, ഒരു മഹാവീരൻ നിങ്ങളെ സ്പർശിച്ച് നിങ്ങളെ കരക്ക് ഇടുന്ന ആ നിമിഷം നിങ്ങൾക്ക് ശാപമോചനം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ തപസ്വി പറഞ്ഞില്ല ഏത് തീർത്ഥത്തിലാണ് പോയിരിക്കേണ്ടത് എന്ന് പറഞ്ഞില്ല. അങ്ങനെ എവിടെ പോയി താമസിക്കും, അല്ലെങ്കിൽ ഏത് തീർത്ഥത്തിലാണ്, ഏത് കുളത്തിലാണ് പോയിരിക്കേണ്ടത് എന്ന് അവർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് നാരദ മഹർഷിയെ കാണുന്നത്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ദ്വാപര യുഗത്തിൽ അർജുനൻ ഈ ഒരു തീർത്ഥയാത്രയ്ക്കായി വരുന്ന സമയത്ത് ഈ തെക്കേക്കരയിലും എത്താൻ സാധ്യതയുണ്ട്. ആ തീർത്ഥങ്ങളിൽ നിങ്ങൾ പോയി കിടക്കൂ. അന്ന് ആ അർജുനൻ നിങ്ങൾക്ക് ശാപമോക്ഷം തരുന്നതാണ്. അപ്പോൾ നോക്കൂ, ഇതൊക്കെ നാരദ മഹർഷിക്ക് മുന്നേ അറിയാം. ഇങ്ങനെ അർജുനന് സംഭവിക്കുമെന്നും അർജുനൻ തീർത്ഥയാത്രയ്ക്ക് പോകേണ്ടി വരുമെന്നും ഒക്കെ അറിയാം. ഈ നാരദ മഹർഷി തന്നെയാണല്ലോ ഇങ്ങനെയൊരു ഉടമ്പടിയും വെച്ചത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ മുൻകൂട്ടി എഴുതപ്പെട്ട തിരക്കഥയാണ് എന്ന് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഈ അപ്സര സ്ത്രീകൾക്ക് മോക്ഷം കൊടുത്തിട്ട് വീണ്ടും അർജുനൻ ഈ ചിത്രാംഗതയെ കാണാൻ വേണ്ടി തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ചിത്രാംഗതയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തീർത്ഥയാത്രയ്ക്ക് വീണ്ടും പോവുകയാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഞാൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവിടെ ജ്യേഷ്ഠനായ രാജാവായ യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്തുന്ന വേളയിൽ ആ രാജസൂയത്തിൽ പങ്കെടുക്കാൻ ഭവതിയുടെ അച്ഛൻ വരുന്ന സമയത്ത് ദേവിയും ബഭ്രുവാഹനനുമായിട്ട് അങ്ങോട്ടേക്ക് വരണം, അന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അർജുനൻ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. അവിടെ നിന്ന് നേരെ അർജുനൻ പടിഞ്ഞാറോട്ടാണ് യാത്ര തിരിച്ചത്, അതായത് ഭഗവാന്റെ ദ്വാരകയിലേക്ക്. അങ്ങനെ പ്രഭാസ തീർത്ഥത്തിൽ അർജുനൻ എത്തിച്ചേർന്നു എന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ ഭഗവാൻ അങ്ങോട്ട് ചെന്ന് പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് അർജുനനെ കാണുന്നു. അർജുനനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും രൈവതക പർവ്വതത്തിൽ പോയി താമസിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഭഗവാൻ തന്നെ മുൻകൂട്ടി
അവിടെ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ ആ ഒരു നിലയ്ക്കൊത്ത കുടീരങ്ങൾ, അതുപോലെ വിശിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇങ്ങനെ ഒരു പിക്നിക്ക് പോലെ രണ്ടുപേരും അവിടെ താമസിക്കുകയാണ്. അന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരം ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള കൃഷ്ണാർജുനന്മാർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. ഈ യാത്രയിൽ കണ്ട കാര്യങ്ങൾ, നടന്ന സംഭവങ്ങൾ, ഇതൊക്കെ അർജുനൻ വിശദീകരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ, പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമുക്ക് ദ്വാരകയിലേക്ക് പോകാം. അങ്ങനെ എല്ലാവരും ഭഗവാനെ അർജുനനോടൊപ്പം ദ്വാരകയിലേക്ക് ആനയിച്ച് സ്വീകരിച്ചിരുത്തി. അവിടെ ദ്വാരകയിലും വളരെ സന്തോഷത്തോടെ അർജുനൻ കഴിച്ചുകൂട്ടി. അപ്പോൾ ഈ രൈവതക പർവ്വതവുമായി ബന്ധപ്പെട്ടൊരു മഹോത്സവം എല്ലാ വർഷവും നടക്കാറുണ്ട്. ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ബലരാമനും അങ്ങനെ രാജ്യത്തുള്ള ആ ദ്വാരകയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉത്സവമൊക്കെ കണ്ടു നടക്കുന്നതിനിടയിൽ അർജുനന്റെ കണ്ണുടക്കിയത് സുഭദ്രയിലായിരുന്നു. ബലരാമന്റെ ഇളയ സഹോദരിയാണ്, അതായത് രോഹിണിയുടെ മകളാണ് സുഭദ്ര. ഈ തിരക്കിനിടയിൽ അർജുനൻ സുഭദ്രയെ തന്നെ നോക്കി നിൽക്കുന്നത് കൃഷ്ണൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഭഗവാൻ കളിയാക്കുകയാണ്. കാരണം തീർത്ഥാടനത്തിനിറങ്ങിയ ആളാണ് അർജുനൻ. അതുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ്, സന്യാസിയായ നിന്റെ മനസ്സെന്താണ് മന്മഥനിളക്കുന്ന തീർത്ഥാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അതായത് തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ എന്താണ്? തീർത്ഥങ്ങളിൽ ആറാടുക, അതാണ് തീർത്ഥാടനം. അപ്പോൾ ഇവിടെ മന്മഥൻ ഇളക്കുന്ന തീർത്ഥത്തിൽ നീ എന്താണ് ഇങ്ങനെ ഇളകിക്കളിക്കുന്നത് എന്ന് ഭഗവാൻ ചോദിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പോൾ ആരെയാണ് നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, അതെൻ്റെ സഹോദരിയാണ്, അതായത് ജ്യേഷ്ഠൻ്റെ, ബലരാമ ജ്യേഷ്ഠൻ്റെ നേർ സഹോദരിയാണ്. നിനക്ക് ചേരും. ഇനി നിനക്കവളെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അർജുനൻ പറഞ്ഞു, തീർച്ചയായും കൃഷ്ണ, എൻ്റെ മനസ്സ് അവളിൽ മുടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ക്ഷത്രിയന്മാർക്ക് പറഞ്ഞ വഴി സ്വയംവരമാണ്, പക്ഷേ ഇവിടെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സ്വയംവരം നടത്തുന്ന സമയത്ത് സ്ത്രീകൾ പുറമേയുള്ള സൗന്ദര്യം മാത്രമല്ലേ നോക്കുള്ളൂ. നിന്റെ ആ പ്രഭാവം അവൾക്ക് മനസ്സിലായില്ലെങ്കിലോ? പിന്നെ ഒരു വഴിയുണ്ട്, കടത്തിക്കൊണ്ടുപോവുക. ഹരണകർമ്മം അത് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനുള്ള എല്ലാ ഏർപ്പാടും നമുക്ക് ചെയ്യാം. പിന്നെ നീയാണ് കൊണ്ടുപോയത് എന്ന് ആരും അറിയില്ല. എന്നാൽ ഈ കാര്യം യുധിഷ്ഠിരനെ അറിയിക്കുകയാണ് അർജുനൻ. അങ്ങനെ ഒരു ദൂതുമായിട്ട് ഒരാൾ യുധിഷ്ഠിരൻ്റെ അടുത്തെത്തി ഇങ്ങനെ സുഭദ്രയെ കടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരനും ശരി എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണനും അർജുനനും ചേർന്ന് എല്ലാ പദ്ധതികളും ഒപ്പിച്ചു. ബാക്കി ആരും ഇതറിയുന്നില്ല. ഇങ്ങനെ അർജുനൻ ഒരു നായാട്ടിന് പോവുകയാണെന്ന ഭാവത്തിലാണ് ദ്വാരകയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴും അവിടെ ഉത്സവമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉത്സവത്തിന് പോകുന്നു, ബഹളമയമാണ് എല്ലാം. ഇതിനിടയിൽ സുഭദ്ര ആ പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്ത് വരുന്ന സമയത്ത്, മാത്രമല്ല ഇവിടെ സുഭദ്ര ഈ കാര്യമൊന്നും അറിയില്ല എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് മറ്റൊരു ഭാഗമുണ്ടോ എന്നറിയില്ല. എന്തായാലും സുഭദ്ര പോലും അറിയുന്നില്ല തന്നെ കൊണ്ടുപോകാൻ ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ തയ്യാറാകുന്നുണ്ട് എന്ന്. അങ്ങനെ ആ പർവ്വതത്തിൽ നിന്ന് പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് ദ്വാരകയിലേക്ക് പോകാനിരിക്കുന്ന സുഭദ്രയെ ബലാത്കാരമായിട്ട് അർജുനൻ തട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ തേരോടിച്ചു പോകുമ്പോഴാണ് ഈ കൂടിയ സൈന്യമൊക്കെ ശ്രദ്ധിക്കുന്നത്. ആരോ തങ്ങളുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ അപ്പോൾ പുറകെ പോയില്ല, ആദ്യം ബലരാമനോട് അറിയിക്കണം. കാരണം ഇവിടെ രാജാവ് കൃഷ്ണനാണെങ്കിലും ബലരാമനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അങ്ങനെ സദസ്സുകൂടി ഇതാ ഒരു കള്ളൻ നമ്മുടെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, ആരാണെന്നറിയില്ല. പക്ഷെ അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി അർജുനനാണ്. കാരണം അർജുനനെ പിന്നെ കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും
എല്ലാവരും ആക്രോശമായി. എന്നാലും ഇത് വല്ലാത്ത ചതിയായി പോയി. കൃഷ്ണ, നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു സുഹൃത്തിനെ എന്ന് ബലരാമൻ ചോദിച്ചു. ഇങ്ങനെ നമ്മുടെ ആതിഥ്യവും സ്വീകരിച്ച് നമ്മളെ ചതിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു? പറയുമ്പോൾ അച്ഛൻ്റെ സഹോദരിയുടെ മകനൊക്കെ തന്നെയാണ്, എന്നാലും ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ബലരാമൻ ആക്രോശിച്ചു. അപ്പോൾ ബാക്കിയുള്ള അവിടെയുള്ള യാദവ വംശത്തിൽപ്പെട്ട എല്ലാവരും, അതുപോലെ വൃഷ്ണികന്മാരുണ്ട്, അന്ധകന്മാരുണ്ട്, ഇതൊക്കെ ഓരോ വംശക്കാരാണ്. ഇവരൊക്കെ പറഞ്ഞു, നമുക്ക് അർജുനനെ പുറകെ ചെന്ന് പിടിക്കണം, അവനോട് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബലരാമൻ പറഞ്ഞു, അല്ല, കൃഷ്ണൻ എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത്? അവനെന്തെങ്കിലും ഒന്ന് പറയട്ടെ, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ബലരാമൻ ചോദിച്ചു, കൃഷ്ണ, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? പറയൂ, എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കുലത്തിന് ഹാനി വരുത്തിയ അവനെ എന്ത് ചെയ്യണം? ആ ചതിയനെ എന്ത് ചെയ്യണം എന്ന് പറയൂ എന്നൊക്കെ ബലരാമൻ ആക്രോശിച്ചപ്പോൾ ഭഗവാൻ പറയുകയാണ്, അത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അർജുനൻ നമ്മുടെ കുലത്തിന് ദോഷമൊന്നും വരുത്തിയിട്ടില്ല. സത്യം പറഞ്ഞ അർജുനനെ പോലെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിക്കൊരു ഭാഗ്യമല്ലേ? നമ്മുടെ യാദവ വംശത്തിന് അർജുനന്റെ ആ കുലവുമായിട്ടൊരു ബാന്ധവം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ അർജുനൻ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സ്വയംവരമൊന്നും അത്ര സുഖമുള്ള പരിപാടിയായിട്ട് അർജുനന് തോന്നുന്നില്ലായിരിക്കാം. പിന്നെ നമ്മുടെ അടുത്ത് വന്ന് സുഭദ്രയെ വിവാഹം കഴിച്ചു തരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ധനമൊക്കെ കൊടുക്കുമല്ലോ, സ്ത്രീധനം കൊടുക്കും. അങ്ങനെ ഈ പശുവിനെ വാങ്ങിക്കുന്നത് പോലെ ഒരു കന്യകയെ വാങ്ങിക്കാനും അവൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവൻ നോക്കുമ്പോൾ ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹരണകർമ്മം, അതുകൊണ്ടായിരിക്കും. അതായത് ഞാനിത് അറിഞ്ഞിട്ടേയില്ല, അതാണ് ഭഗവാന്റെ ഒരു ഭാവം, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ ഓരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുകയാണ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് പുറകെ ചെല്ലാം, പക്ഷെ ഒന്നുകൂടെ ആലോചിക്കണം. കാരണം അർജുനനെ പോലെ ഒരു വീരശൂര പരാക്രമിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മളെങ്ങാൻ തോറ്റുപോയാൽ അത് നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ കുലമഹിമ കൊണ്ട് ഒട്ടും മോശക്കാരല്ല, അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. അതുകൊണ്ട് ശരിക്കൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ ബന്ധം നല്ലതല്ലേ? സുഭദ്രയ്ക്ക് നല്ലതല്ലേ ഈ ബന്ധം? അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആവേശവും ആക്രോശവും ഒക്കെ? നമുക്ക് അർജുനനെ ഒന്ന് മയപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ നല്ലത്. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ബലരാമനും തോന്നി, ശരിയാണ്, എന്തിനാണ് ഈ ആക്രോശം? അർജുനൻ അന്യനൊന്നുമല്ലല്ലോ. പക്ഷേ ഈ പറയാതെ തട്ടിക്കൊണ്ടുപോയതാണ് ഇവർക്കാർക്കും ഇഷ്ടപ്പെടാതിരുന്നത്. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു, ശരി, എന്നാൽ പിന്നെ അർജുനനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അർജുനനെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ട് വന്ന് അങ്ങനെ ഈ കൊട്ടാരത്തിൽ വെച്ച് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. അതിനുശേഷം 12 വർഷം തികയണം. അതുവരെ ആ 12 വർഷം തികയാനായിട്ട് അർജുനൻ പുഷ്കര തീർത്ഥത്തിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. മഹാഭാരതം